വാർത്തകൾ നോക്കാം. പാതിവില തട്ടിപ്പിൽ 48,384 പേർ ഇരകളായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 281 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. സീഡ് തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്നതാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുകയാണെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി 48,386 പേരിൽ നിന്നും 281 കോടി 43,34,000 രൂപ വാങ്ങിയതിൽ 16,438 പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത്. ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ്. മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട്. വി വി അരുൺ ചേരുന്നു. അരുൺ, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയോടുകൂടി സർക്കാർ സംസാരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിനകത്ത് ശക്തമായ നടപടികൾ അവലംബിച്ചു വരികയാണ് എന്നുകൂടി പറയുകയാണോ മുഖ്യമന്ത്രി? ഏത് തരത്തിലുള്ള ചർച്ചയൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നടന്നത്? ഇന്ന് ചോദ്യോത്തരവേളയിലാണ് പാതിവില തട്ടിപ്പ് വിഷയം സഭയിൽ വന്നത്. മുരളി പെരുന്നല്ലി, CPM MLA മുരളി പെരുന്നല്ലിയാണ് ആ വിഷയം ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പ്രതിപക്ഷ അംഗങ്ങളും അതിലെ ആശങ്കകൾ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഇത്ര വലിയ തട്ടിപ്പ് നടന്നു, അതിൽ കേസുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതകൾ നേരത്തെ ഇന്ത്യൻ സംവിധാനങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ തട്ടിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് നടപടിയെടുക്കാൻ കഴിയില്ല, നിയമപരമായി നീങ്ങാൻ കഴിയില്ല. ഏതായാലും എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നവരായി മലയാളികൾ മാറരുത് എന്നാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. അദ്ദേഹവും ഇത്തരത്തിൽ ഏറ്റവും പെട്ടെന്ന് കബളിപ്പിക്കപ്പെടുന്ന സമൂഹമായി മലയാളികൾ മാറുന്ന ഒരു ആശങ്കയാണ് പങ്കുവച്ചത്. ഏതായാലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. അനന്തകുമാറിന്റെ അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത ഒരു മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ, രാഷ്ട്രീയക്കാരുടെ ബന്ധവുമൊക്കെ ചോദ്യങ്ങളിൽ ഉയർന്നു വന്നു. അത് അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ അനന്തകുമാറും അനന്തകൃഷ്ണ രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ളവർ. രണ്ടുപേരും ആണ് ഇതിന്റെ പ്രധാനികളെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത്. അതിനൊപ്പം ഈ ഇത്തരമുള്ള തട്ടിപ്പുകളിൽ മലയാളികൾ കുടുങ്ങിപ്പോകുന്നതിന്റെ ആശങ്കയും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഉയർന്നു വന്നു. അരുൺ, ചാരിറ്റി സംബന്ധിച്ച് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിൽ തട്ടിപ്പുണ്ടോ എന്ന് പരിശോധിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ഉയർന്ന പല വിഷയങ്ങളുണ്ട്. അതിൽ ഒരു ശ്രദ്ധ വേണം. ജനറലി അത്തരം കാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം എന്നൊരാവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരം എന്തെങ്കിലും കാര്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ചാരിറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മുഖ്യമന്ത്രി അത് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ചാരിറ്റി വളരെ നല്ല രീതിയിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പോ അഴിമതിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ ഇരയായത് 48,384 പേർ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. 231 കോടിയുടെ തട്ടിപ്പാണ് ഈ പദ്ധതിയുമായി സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നും ഉറപ്പ് നൽകിയിരിക്കുന്നത്.